ഹലോ കൂട്ടുകാരി, നമുക്കൊന്നൊരു വാഴത്തട തോരൻ കഴിച്ചാലോ? ഇതാ അതിനുള്ള തോരൻ ആവശ്യമായിട്ടല്ലോ കുനുകുനാന്ന് റെഡിയാക്കിയതിന് ശേഷം വേറെന്താ തോരൻ്റെ കൂട്ട് തന്നെ തേങ്ങ ചിരണ്ടിയതും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് തേങ്ങാക്കൂട്ടും റെഡിയാക്കുക. എന്നിട്ട് ഇവന്മാരെ നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് എടുത്തിടുക. എന്നിട്ട് ഇത് കൂടെ നമ്മുടെ തോരൻ എടുത്ത് വെച്ച മറ്റേ കൂട്ടും കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 വെളുത്തുള്ളിയും കൂടെ ഇടാം കേട്ടോ. ഞാനിതിൽ ഇട്ടിട്ടുണ്ടേ. ഇതിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എത്താനായിട്ട് വിധം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം വെച്ച് നമുക്ക് മൂടി വെക്കാം. അതായത് ഇത് ആവിയിലിരുന്ന് വേവേണ്ട സാധനമാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഇവിടെയാണ് ഇതിന് വാഴത്തട എന്ന് പറയുക. വേറെ സ്ഥലത്തൊക്കെ ഇതിന് വാഴപ്പിണ്ടിയും എന്നും പറയാറുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ വെള്ളം നല്ലപോലെ വറ്റണം, എന്നാലേ തോരൻ റെഡി ആവത്തുള്ളൂ. നോക്കിക്കേ, നമ്മുടെ തോരൻ റെഡിയായി. വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴക്കാലത്ത് വാഴത്തട കിട്ടാനും എളുപ്പമാണല്ലോ. അപ്പോൾ